ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. മനസ്സിനടുത്താണെങ്കിൽ ദേവിക പറയേണ്ടത്, നോക്ക്, നിങ്ങൾ എന്നെ കൊണ്ട് വലിയൊരു ചതിയാ ചെയ്യിപ്പിച്ചത്. അതിന്റെ പശ്ചാത്താപത്തിൽ നീറിക്കൊണ്ടിരിക്കാനാണ് ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റാതെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ മനസ്സിന് പറയണ്ടതും, ഡോക്ടർ ദേവികയുടെ കൊച്ചുമകളെ ഇഷിത രക്ഷിച്ചു, അതേ പിന്നെയാണല്ലോ നിങ്ങൾക്ക് ഈ പശ്ചാത്താപവും പ്രായശ്ചിത്വം എന്നുള്ള രീതിയൊക്കെ വന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ ഞാൻ നശിപ്പിച്ചത്, നിങ്ങൾ കാരണം. അത് കൊള്ളാം, ഞാൻ കാരണമാ? അല്ല, ഡോക്ടർ ദേവിക ഒരു ഡോക്ടർ തന്നെയാണോ? അല്ല, ഒരു സാധാരണ ഒരു സ്ത്രീ പറഞ്ഞ എന്തെങ്കിലും അപേക്ഷിച്ച അപ്പൊ തന്നെ കാലുമാറണം നിങ്ങൾ ഒരു ഡോക്ടർ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോ ദേവിക പറഞ്ഞിട്ട്, അതെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പണത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്നു, ഡോക്ടറാന്നുള്ള എല്ലാ കാര്യവും ഞാൻ മറന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ഇഷിതയുടെ ജീവിതം ഈ രീതിയിൽ മാറി മറിഞ്ഞു എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മാധവ് അവിടേക്ക് വന്നിട്ട് ശ്രദ്ധിച്ച് ഒരു സംസാരിക്കുന്ന കേൾക്കുവാട്ടോ. മനസ്സിനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് വലിയൊരു ചതി ഡോക്ടർ ഇഷിതയുടെ ജീവിതത്തിൽ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് പറയണ്ട്, അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു. ഇഷിതക്ക് ഒരു കുഴപ്പമില്ലാത്ത ഇഷിത ഗർഭിണി ആവില്ലെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മാധവ് അത് കേട്ട് ഷോക്കായിട്ട് അങ്ങനെ നിക്കാട്ടോ. കണ്ണീന്നക്കിന് വെള്ളം ഒഴുകുന്നുണ്ട്. ദേവിക പറയണ്ട്, അതെ, അങ്ങനത്തെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. നിങ്ങളുടെ മകൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ അവളെ ഉപേക്ഷിച്ചു. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ മകനും നമ്മളെ എല്ലാ ബന്ധവും നിങ്ങൾ ഉപേക്ഷിപ്പിച്ചു ഈ ഒരു കള്ളം പറഞ്ഞിട്ട്. അതിനുശേഷം ഡോക്ടർ ഇഷിത എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് പറയണ്ട്, അതെ, ഞാൻ ഡോക്ടർ ദേവികടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഈ ഇഷിത എന്ന് പറയുന്നുണ്ടല്ലോ, അവൾ അതിനുശേഷം മഹേഷ് ചന്ദ്രനെ വിവാഹം കഴിച്ചു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ചന്ദ്രനും അവൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതായത് ഭാര്യ ഭർത്താവ് ബന്ധമില്ലെന്ന് പറയുമ്പോഴേക്കും ദേവിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഭാര്യ ഭർത്താവ് ബന്ധമില്ലെന്നോ? ഇഷിതക്ക് മഹേഷ് എന്ന് വെച്ചാൽ ജീവനാണ്. ശരി, ജീവനായിരിക്കും, അവനും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഭാര്യ ഭർത്താവ് ബന്ധമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ എപ്പോഴേ ഗർഭിണി ആയാലേ. അല്ല, ഒരു കുഴപ്പമില്ലാത്തൊരു സ്ത്രീ ഇത്രയും നാളായിട്ട് ഗർഭിണി ആയില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവർ തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമില്ലെന്ന്. പിന്നെ ഇഷിതയും മഹേഷ് തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതായത് മഹേഷിന്റെ ആ മകളുണ്ടല്ലോ ചിപ്പി, അവളുടെ അമ്മയാകാന്ന് പറഞ്ഞ കരാറിലാണ് ഇഷിത മഹേഷിനെ വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോഴേക്കും ദേവിക ആകെ ഷോക്ക് ആവാട്ടോ. നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോ മഹേഷും ഇഷിത തമ്മിൽ ഒരു ബന്ധമില്ലെന്നോ? അതെ, ഒരു ബന്ധമില്ല. അപ്പോ ഞാനിപ്പോ സത്യങ്ങൾ പറയേണ്ട കറക്റ്റ് സമയം തന്നെയാണ് എന്ന് ദേവിക പറയാണ്. നിങ്ങൾക്ക് എന്താ വട്ടാണോ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കേ? ഇല്ല, ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോയില്ല. ഡോക്ടർ ഇഷിതടുത്ത് എനിക്ക് സത്യങ്ങളൊക്കെ പറയണം. അത് ഞാനായിട്ട് പറയില്ല, നിങ്ങളായിട്ട് പറയണം മനസ്സിനി എന്ന് പറയണേ. ഞാനോ? ആര്? ആ ഇഷിതടുത്ത് സത്യങ്ങൾ പറയാനോ? ഒരിക്കലുമില്ല, ഞാൻ സത്യങ്ങൾ പറയത്തൊന്നുമില്ല എന്ന് മനസ്സിന് പറയാട്ടോ. അത് കേട്ടിട്ടൊക്കെ ആകെ മാധവിന് ദേഷ്യവും വരുന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് മാധവ് ഇങ്ങനെ നെഞ്ചും നിറവിങ്ങനെ പേടിച്ചും വിഷമിച്ചും ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പൊ ദേവിക പറയണ്ട, അതെ, നിങ്ങൾ തന്നെ സത്യങ്ങളൊക്കെ ഇഷിതടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ പോയി പറയും. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇഷിതടുത്തല്ല, നിങ്ങളുടെ മകൻ മാധവിന്റെ അടുത്ത്. ഞാനും നിങ്ങൾ തമ്മിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മാധവിന് നല്ല സംശയമുണ്ട്. അയാൾ എന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇഷിതടുത്ത് സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകൻ മാധവിനോട് പോയി സത്യങ്ങൾ പറയും. അവന്റെ ഫോൺ നമ്പറൊക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ ഇത് ഫോൺ വിളിച്ച് തീരേണ്ട പ്രശ്നമല്ല, നേരിട്ട് കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഇഷിത അറിയണേക്കാളും വലിയ സംഭവമാണ് നിങ്ങളുടെ മകൻ അറിഞ്ഞാൽ സംഭവിക്കാൻ പോണത്. കാരണം ഇഷിത അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമായിരിക്കും, വഴക്കുണ്ടാക്കുമായിരിക്കും, ബഹളം ഉണ്ടാക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ മകൻ അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ മകനെയാണ്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷിത സത്യങ്ങൾ പറ, അല്ലെങ്കിൽ ഞാനായിട്ട് നിങ്ങളുടെ മകന്റെ അടുത്ത് സത്യങ്ങൾ പറയും. എന്ത് വേണം മനസ്സിൽ തന്നെ തീരുമാനിക്കേ. എനിക്ക് സത്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് മനസ്സിന് പറയുമ്പോ, ശരി, ഞാൻ മാധവിനെ കണ്ട് സത്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും മനസ്സിന് പറഞ്ഞിട്ട്, വേണ്ട, നിങ്ങൾ പോകണ്ട, ഞാൻ തന്നെ ഇഷിതടുത്ത് സത്യങ്ങൾ പറഞ്ഞോളാം. ശരി, നിങ്ങൾ ഇന്ന് തന്നെ ഇഷിതടുത്ത് സത്യങ്ങളൊക്കെ പറയണം. പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ വിളിക്കണം, കേട്ടല്ലോ. പിന്നീട് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരത്തുമില്ല, നിങ്ങൾ എന്റെ പേര് വിളിക്കും വേണ്ട, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അതോടുകൂടി തീർന്നു. അതിനുശേഷം എനിക്ക് സത്യങ്ങളൊക്കെ ദിശിത അറിഞ്ഞു കഴിയുമ്പോൾ സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങണം. എന്റെ മകളുടെ മുഖത്ത് എനിക്ക് നോക്കണം. ഈ സത്യങ്ങളൊക്കെ ഞാൻ എന്റെ മകളോട് പറഞ്ഞു. അപ്പൊ അവൾ എന്താ എന്നോട് പറയുന്നറിയോ? ഇഷിതയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ. അതേ വീട്ടാൻ ഞാൻ വന്നതും. അതുകൊണ്ട് നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേണം എനിക്ക് കുറച്ച് തീരുമാനം എടുക്കാൻ. എന്തായാലും ഞാനും മനസ്സിൽ തമ്മിൽ പിന്നീട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ദേവിക ഞാൻ നിൽക്കുമ്പോഴേക്കും ഇതൊക്കെ കേട്ട് മാധവ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തിട്ട് ഇറങ്ങി പോവാട്ടോ. അതിനുശേഷമാണ് ദേവിക അവിടെ നിന്ന് ഇറങ്ങി പോണത്. പിന്നീട് കാണിക്കുന്ന മാധവിനെയാണ്. മാധവ് ഒരു ഭാര്യ പോയിട്ട് മൂക്കുമുട്ടെ കുടിച്ചിട്ട് കാർ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മാധവിന്റെ രണ്ട് കൂട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ, നീ എന്താണ് കാണിച്ചത്? നീ ഇങ്ങനെ കുടിക്കാറില്ലോ? എടാ, എന്ത് പറ്റിയത് നിനക്ക്? എടാ, എന്തിനു സംഭവിച്ചോ? എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് കൂട്ടുകാര്.
മാധവ് പറയുന്നുണ്ട്, എന്ത് സംഭവിക്കാനാണ്, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. മാധവിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എല്ലാം സംഭവിച്ചു. ഇനി ഒന്നും സംഭവിക്കാനില്ല. എല്ലാം കൈവിട്ടു പോയടാ. എന്താടാ ലയായിട്ട് കുഞ്ഞിന്റെ പേരിൽ ഇതിന് പ്രശ്നം ഉണ്ടായോ? അതെ, കുഞ്ഞ്, അത് തന്നെയാടാ പ്രശ്നം. കുഞ്ഞ്, എടാ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരു ഭാഗ്യവും കാര്യങ്ങളൊക്കെ വേണം. മാധവിനെ അതില്ലടാ എന്ന് പറഞ്ഞു. എവിടെ? ഡൽഹി വരെ പോയി, ദേ കേരളം വരെ എത്തി ചികിത്സ തേടിയിട്ട്. എന്നിട്ട് കുഞ്ഞുണ്ടായില്ല, ഉണ്ടാവില്ല. കാരണം ശാപം, ദൈവത്തിന്റെ ശാപം അതിന്റെ തലക്ക് മുന്നിൽ ഇരിക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ അച്ഛനാവുക, അമ്മ എന്നുള്ളതൊക്കെ, അമ്മയാവുക എന്നുള്ളത് ഒക്കെ ഒരു ഭാഗ്യാണ്. അതൊക്കെ ദൈവം തരുന്ന ഭാഗ്യാണ്. ചിലവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ, അർഹതയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. എനിക്ക് കിട്ടിയില്ല. കാരണം വലിയ തെറ്റ് എന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, അവരെനിക്ക് പോയി കാണണം. വലിയൊരു എന്റെ ശത്രു എന്ന് പറഞ്ഞത് അവരാണിപ്പോ. എടാ നീ ആരുടെ കാര്യം പറഞ്ഞത് എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ, നിങ്ങൾക്കതൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ മാറ്. എടാ നിർബന്ധിച്ചാൽ പോലും നീ ഒരു പെഗ് പോലും അടിക്കാറില്ല. അതും അടിച്ചെങ്കിൽ 2-3 മാസം കൂടുമ്പോ ഒരു പെഗ്, അതും ബിയർ വീട്ടിൽ നിന്ന് മാത്രം കുടിക്കാറുള്ളൂ. പിന്നെ നിനക്ക് ഇത് എന്ത് വേണ്ട, അത്രമാത്രം നീ വിഷമിച്ചിട്ടുണ്ട്. എടാ ഈ സമയത്ത് നീ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ നിന്നെ എവിടേക്കാ കൊണ്ടാക്കാം, നിനക്ക് എവിടേക്കാ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോ, എടാ നിങ്ങൾക്കൊന്നും എന്നെ കൊണ്ടാക്കാൻ പറ്റില്ല, എന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല, നിങ്ങളൊക്കെ പോയിക്കോ, എനിക്ക് അവരെ പോയി കാണണം. എടാ ഞാൻ നിന്നെ എവിടെയും എത്തിക്കാം, പറ. നീ ഇപ്പൊ വണ്ടി ഓടിച്ച വണ്ടി ഒരു ആക്സിഡന്റ് പെടൂടാ എന്ന് കൂട്ടുകാരൻ പറയുമ്പോ, എനിക്കൊരു ആക്സിഡന്റ് പെടില്ല. അങ്ങനെ പെട്ട മാധവം കൂടെ തീരട്ടേടാ, മടുത്തു ഈ ജീവിതം, ഒരു ജീവിതം എന്നൊക്കെ പറയാണ്. മാറടാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ തള്ളി മാറ്റി മാധവ് വണ്ടി കയറി. വണ്ടിയുടെ ഒറ്റെടുപ്പാട്ടോ. അപ്പൊ വേറൊരു കൂട്ടുകാരൻ ചോദിക്കണ്ടടാ, ഇവൻ എന്താണ് പറ്റിയത്, എനിക്കറിയില്ലടാ. ഇവൻ ഫോൺ വിളിച്ചിട്ട് എന്റെ അടുത്ത് ബാറിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോ അവൻ ഈ കോലുമായിരുന്നു, ഒന്നും അങ്ങോട്ട് വിട്ടു പറയണില്ല. ആ ഒരു കുഞ്ഞില്ലാത്ത വിഷമമുണ്ടല്ലോ അല്ലെ, എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും, അതിന്റെ വിഷമമായിരിക്കും അവന്. ഇനിയിപ്പൊ എന്ത് ചെയ്യാന്, അവന്റെ വിധി എന്താന്ന് വെച്ചാൽ വരട്ടെ. അവനോട് പോയി നമുക്ക് തപ്പിപ്പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് 2 പെഗ് അടിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ ബാറിലേക്ക് കയറി പോവാണ്. അതിനുശേഷം കാണിക്കണ മാധവിനെയാണ് കേട്ടോ. മാധവ് അങ്ങനെ കുടിച്ചു അങ്ങനെ അവസാനം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം ലയയാണെങ്കിൽ മാധവിനെ നോക്കി ഉമ്മർത്ത് നിൽക്കാണ്. അമ്മേ, മാധവ് ഇതുവരെ വന്നില്ലല്ലോ, അവൻ എവിടെയാ പോണെന്ന് മോളോട് പറഞ്ഞില്ലേ? ഇല്ല, നിനക്ക് ചോദിച്ചൂടായിരുന്ന, ഫോൺ വിളിച്ചു ചോദിക്കേ. ഞാൻ വിളിച്ചു അമ്മേ. മാധവിന്റെ ഫോൺ ഒരു പ്രാവശ്യം ബെല്ലടിച്ചു, പിന്നെ സ്വിച്ച് ഓഫാ. ചിലപ്പോ ആഷിതയുടെയും മോന്റെയും അതുപോലെ തന്നെ മഹേശ്വറിന്റെ കൂടെ അവരും അമ്പലത്തിൽ പോയി കാണും. അമ്പലത്തിൽ പോയി കാണാൻ ചാൻസ് ഒന്നും ഇല്ലമ്മേ, മാധവ് എവിടെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാധവ് അവിടേക്ക് വരുവാണ്. അയ്യോ അമ്മേ, ദേ മാധവ് എന്ന് പറഞ്ഞിട്ട് വേഗം, അയ്യോ മാധവ് ഇത് എന്ത് പറ്റിയുടെ നിനക്കെന്ന് പറയുമ്പോ മാധവ് വേഗം സോഫയിൽ ഇരിക്കുകയാണ്. അയ്യോ അമ്മേ, മാധവ് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. അതേടി ഞാൻ കുടിച്ചതിന് വലിയൊരു കാരണുണ്ട്. ഈ തള്ള ഇവര് കാരണം ഞാൻ ഈ അവസ്ഥയിലായത്. ഇവരെ കാണുമ്പോ എനിക്ക് കുടിക്കാൻ തോന്നും, ഇവരെ മുഖം കണ്ടാൽ എനിക്ക് കുളിക്കാൻ തോന്നും. അത്ര വെറുപ്പ എനിക്ക് ഇവര്. ലയ പറയണ്ട, മാധവ് എന്തൊക്കെയാ പറയണത്, ഇത് ആരാന്ന് മാധവ് മറന്നോ? മാധവിന്റെ അമ്മയായത്. അമ്മ, ആ വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയാവോടി? ഇവരെ അമ്മയോ നിനക്ക് വിളിക്കാൻ നിനക്ക് എങ്ങനെ നാവ് വഴങ്ങുന്നടി? അമ്മ എന്ന് വെച്ചാല് പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്. നല്ല സ്ത്രീകൾക്ക് മാത്രം ചാർത്തി കൊടുക്കേണ്ട ഒരു പട്ടമാണ് അമ്മ എന്നുള്ളത്. പ്രസവിച്ചുകൊണ്ട് ഒരിക്കലും ഒരു അമ്മയാവില്ലടി. ഇവര് പ്രസവിച്ചത് ഇവരെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണോ എടി എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ നേരെ മാധവ് പോവാണ്. നിങ്ങൾ എന്റെ ചേട്ടനെ പ്രസവിച്ചു എന്ന് പറയാനുണ്ടല്ലോ, നിങ്ങൾ ഗർഭപാത്രത്തിൽ ചുമന്നിട്ടാണോ ഞങ്ങളെ പ്രസവിച്ചത്? അല്ല, എനിക്കിപ്പോ നല്ല സംശയം. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധിയായിട്ടുള്ള പവിത്രമായിട്ടുള്ളത് എന്താന്ന് നിങ്ങൾക്കറിയോ എന്ന് മനസ്സിനടുത്ത് മാധവ് ചോദിക്കുകയാണ്. മനസ്സിന്റെ കണ്ണ് അപ്പൊ തന്നെ നിറയുന്നുണ്ട് കേട്ടോ. മാധവ് പറയുന്നുണ്ട്, അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണ്, അതിനേക്കാളും പവിത്രമായിട്ടുള്ളതൊന്നും ഈ ലോകത്തില്ല. പക്ഷെ അതാണ് നിങ്ങൾ ഒരു സ്ത്രീക്ക് നിഷേധിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മനസ്സിനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് ചെയ്തെന്നാ പറയണത്? നിങ്ങളൊന്നും ചെയ്തില്ലേ? ഒരു പാവപ്പെട്ടൊരു പെണ്ണ് കതിർമണ്ഡപത്തില് താലി ഊരി പോവേണ്ടി വന്നു. അവളുടെ കണ്ണുനീരിന്റെ ശാപമാണ് അനുഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ തോൽപ്പിച്ചത് ആരെയാന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോ ലയ ചോദിക്കണ്ടേ, മാധവ് നീ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കുമ്പോ, അതേ ലയ, ഞാൻ പറയണതൊക്കെ സത്യമാണ്. നിനക്കറിയാവോ ഞാൻ എന്തിനാ ഇപ്പൊ കുടിച്ചിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലാത്തിനും കാരണം ഈ സ്ത്രീയാ. വേറൊരു സ്ത്രീയുടെ പ്രസവിക്കാനുള്ള കഴിവ് ഇവര് മാറ്റിക്കളഞ്ഞു, മായിച്ചു കളഞ്ഞു. എന്തൊക്കെയാ പറയണത്? അതെ, ഡോക്ടർ ഇഷിത ഞാൻ ആദ്യ വിവാഹം കഴിച്ച കതിർമണ്ഡപത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ബന്ധം. അവള് ഗർഭിണിയല്ലെന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചത് ഈ വൃത്തികെട്ട സ്ത്രീയാ, ഇവരുടെ നാവ് കൊണ്ടാ പറഞ്ഞത് എന്ന് മാധവ് പറയുമ്പോ ലയ ആകെ ഷോക്കാവാണ്. സത്യമാണോ? അതെ സത്യമാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ലടി. ഇവര് പറഞ്ഞിട്ടാ ആ ഡോക്ടർ കള്ളം പറഞ്ഞത്. സത്യം പറഞ്ഞ മനസ്സിന് തള്ളേ, നിങ്ങളെ ശരിക്കും തോൽപ്പിച്ചതേ ഇഷിതേനെ അല്ല, ദേ ഇവളെയാ, എന്റെ ഭാര്യ ലയേന. കാരണം എന്താണെന്നറിയാവോ? ഒന്നും അറിയാതെ ഇവൾ ഈ കുടുംബത്തിലേക്ക് വന്നു. ഈ കുടുംബത്തിന്റെ ശാപം അവളിലേക്ക് നിങ്ങൾ കൊണ്ടുവരിപ്പിച്ചു. അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു അമ്മയാവുന്നുള്ളത് ലയയുടെ. അത് നിങ്ങൾ നശിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ശാപമുണ്ട്, ഈ കുടുംബത്തിന് ശാപം, എനിക്ക് ശാപം, ദൈവശാപം.
ഇടില്ലേ, നിനക്കൊരിക്കലും അമ്മയാവാൻ സാധിക്കില്ലടി. കാരണം എന്താണെന്നറിയാവോ, ശാപം കിട്ടിയ കുടുംബത്തിലേക്കല്ലേ നീ വന്നിരിക്കണത്. എനിക്കൊരു കുഴപ്പമില്ല, നിനക്കൊരു കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞുങ്ങളാവുന്നില്ല. കാരണം എന്താ? ശാപം. അത് മാത്രം. നിനക്കൊരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല ഈ കുടുംബത്തിൽ നിന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും ലയ കരഞ്ഞുകൊണ്ട് മനസ്സിന്റെ മുഖത്ത് ദേഷ്യത്തോട് നോക്കിയിട്ട് പൊട്ടിക്കരയോണ്ട് മുകളിലേക്ക് പോവാണ്. മനസ്സിനടുത്ത് മാധവ് പറഞ്ഞു, കണ്ടില്ലേ അവളുടെ വിഷമം, നിങ്ങൾ കണ്ടില്ലേ? അവളുടെ വിഷമം മാറണമെന്നുണ്ടെങ്കിലേ അവൾ ഈ കുടുംബത്തിൽ നിന്ന് പോണം. ഈ മാധവനെ ഡിവോഴ്സ് ചെയ്ത് വേറൊരാളെ വിവാഹം കഴിച്ച അവക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും മാധവന് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല. തൊലച്ചു തള്ളേ നിങ്ങള്. എന്റെ ജീവിതം തൊലച്ചു, എന്റെ സ്വപ്നങ്ങൾ തൊലച്ചു, എല്ലാം നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധവയുടെ പൊട്ടിക്കരയാണ്. അത് കാണുമ്പോൾ മനസ്സിനെയും കരയുമ്പോഴേക്കും മാധവ് പറഞ്ഞു, നിങ്ങൾ കരയരുത്, നിങ്ങളുടെ കരച്ചില് പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ വേഗം തന്നെ മുകളിലേക്ക് പോവാണ്. മനസ്സിന് പൊട്ടിക്കരയാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. മഹേഷ് ഇങ്ങനെ ഉറങ്ങണ, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങണ സമയത്ത് നമ്മുടെ പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു പാത്രത്തിൽ ചോറോ എന്തൊക്കെയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. പ്രിയാമണി കാണുമ്പോ മഹേഷ് ചോദിക്കണ്ട, അമ്മ വന്നോ, അമ്മ വീണ്ടും വന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി ഒന്നും മിണ്ടുന്നില്ല. അമ്മേ, ഞാനൊരു നിസ്സഹായനാണ് അമ്മേ, അമ്മയുടെ മുഖത്ത് എന്നെ വിട്ടു പോവാൻ ഞാൻ പറഞ്ഞതാണ്, അവള് പോവാത്തത് എന്റെ കുഴപ്പമില്ലല്ലോ അമ്മേ എന്ന് മഹേഷ് പറയുമ്പോ പ്രിയാമണി മഹേഷിനെ വിഷമത്തോടു കൂടി നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് മഹേഷ് അതുപോലെ തന്നെ പ്രിയാമണി നല്ല സ്നേഹത്തിലാവുന്നുണ്ട്. പ്രിയാമണിയാണ് മഹേഷിന്റെ ചോറ് വായിൽ വെച്ച് കൊടുക്കുന്നത്. ശേഷം പ്രിയാമണി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മാഷ് പറയണ്ട, പ്രിയാമണി ആള് കൊള്ളാം കേട്ടോ, പ്രിയാമണി മരുമോൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല. പ്രിയാമണി ചോറ് കൂട്ടുന്നു, ചായ കൊടുക്കുന്നു, എന്തൊക്കെയാണോ ചെയ്യണത് എന്ന് പറയുമ്പോ പ്രിയാമണി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ശേഷം മഹേഷ് ഇഷിതടുത്ത് പറഞ്ഞിട്ട്, തന്റെ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തു, ഞാനും താനും തമ്മിൽ ഇനി ഒരു തരത്തിലും ഒരു അകൽച്ച ഉണ്ടാവില്ല, ഞാനും താനും തമ്മിൽ ഇനി സ്നേഹത്തോടെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്നു, ഞാൻ വാക്ക് കൊടുത്തടോ, നമുക്ക് അങ്ങനെ ജീവിക്കണം ഇഷിത എന്ന് പറയാണ്. ഇഷിത മഹേഷിന്റെ കയ്യിലേക്ക് പിടിക്കുന്ന ഇഷിതക്കും ഭയങ്കര സന്തോഷാവാട്ടോ. സന്തോഷം കൊണ്ട് ഇഷിത പുഞ്ചിരിച്ചിട്ട് മഹേഷിന്റെ അടുത്ത് പോയിരിക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.